250 വർഷങ്ങൾക്ക് മുന്നേ ഇവിടെ യുദ്ധങ്ങൾ നടന്നവരെ പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഒരു പക്ഷേ നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഓരോ സൈനിക ഗൈസ്, ഇതാണ് എൻ്റെ ഫ്രണ്ട് കവാടം. അതിൻ്റെ എൻട്രി ഇവിടെയാണ്, ഇങ്ങോട്ടാണ്. ഇവിടെ നിന്നാണ് എൻ്റെ എൻട്രി വരണത്. കാണിച്ചു കൊടുത്തേ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ വരണതിൻ്റെ മെയിൻ കോട്ടയുടെ ഉള്ളിലേക്കുള്ള കവാടം ഇതാണ്. 250 വർഷങ്ങൾക്ക് മുന്നേ ഇവിടെ യുദ്ധങ്ങൾ നടന്നവരെ പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഒരു പക്ഷേ നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഓരോ സൈനികരും അല്ലെങ്കിൽ ഒരു പക്ഷേ അവർ മരിച്ചു പോയ സ്ഥലങ്ങൾ വരെ ഇവിടെ ആയിരിക്കാം. അങ്ങനെ കുറേ പേരെ ചിലപ്പോൾ രക്തം പൊടിഞ്ഞ മണ്ണായിരിക്കും ഇത്. 4 ചുവക്ക് ടവറാണ്. അപ്പോൾ ഇവിടെ അവരെ യുദ്ധത്തിനായിട്ടുള്ള സജ്ജീകരണങ്ങളൊക്കെ ചെയ്തിരുന്നത് ഇവിടെയായിരുന്നു. ഇവിടെ നിന്ന് ശത്രുക്കളൊക്കെ വരണണ്ട എന്നുള്ള വാച്ച് ചെയ്തിരുന്ന ക്ലോക്ക് ടവറാണെന്ന് തോന്നുന്നത്. ഇതൊക്കെ ഈ ഗ്യാപ്പിൽ കൂടെ ആയിരിക്കും അമ്പൊക്കെ ചെയ്തേക്കുന്നത് കേട്ടോ. അമ്പ് ചെയ്ത് നിൽക്കുന്ന സ്ഥലം ഇതൊക്കെ ആയിരിക്കാം ഒരു പക്ഷേ. നോക്കും, ടിപ്പുവിൻ്റെ മീൻകുളം കാര്യങ്ങളും ഇതിൽ പള്ളത്തി പിലോപ്പിയൊക്കെ ഉണ്ട് ഗെയ്സ്. ആമ വരെയുണ്ട്. അപ്പോൾ ടിപ്പുവിനെ കണ്ട ആമ ചിലപ്പോൾ അതിലൊക്കെ ഉണ്ടാവുമായിരിക്കും. ആമനോട് ചോദിച്ചാൽ അറിയാൻ പറ്റും. പക്ഷേ അതിപ്പോൾ വെള്ളത്തിലിറങ്ങിയ ആമനോട് ചോദിക്കാന്നുള്ളപ്പോൾ നടക്കുന്ന പരിപാടിയല്ല. അതാണ് വിഷയം. എനിക്ക് തോന്നണത് ഈ 4 സൈഡുകളിലുണ്ട്. അതല്ലാതെ ഇതൊരു 5ാമത്തെ ടവറാണ്. അതായത് ഈ ഫ്രണ്ട് ബാക്ക് സൈഡിലുണ്ട്. ഇതിൻ്റെ ഒരു സൈഡ് ഭാഗത്തായിട്ടാണ് ഈ ക്ലോക്ക് ടവർ വരുന്നത്. ഇത് കുറച്ച് സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇതിന്. ഉണ്ടോ? ഇതൊക്കെ എനിക്ക് വേണമെങ്കിൽ ഇപ്പോൾ പണിതാണെന്നുണ്ട് കണ്ടോ. പുതിയ സിമെൻറ്റിൻ്റെ പണികളാണ് ഇപ്പം. കണ്ടോ, ഇതിലായിരിക്കും അപ്പോൾ അവർ ശത്രുക്കൾ വരണ്ടെന്നൊക്കെ നോക്കിയിരുന്ന സ്ഥലം. ഇനി നമുക്ക് അപ്പുറത്തെ സൈഡിലേക്കോ. ഇവൻ കോട്ട കാണിച്ചുകൊണ്ട് വരാമെന്ന് പറയണ എന്നെ വിളിച്ചിട്ട് വന്നത്. അപ്പോൾ ഇവനൊരു ചെറുപ്പത്തിലേ വന്നെന്നാണ് പറയണത്. നമുക്കറിയില്ല എന്താ സംഭവം തള്ളാണെന്നുള്ളത്. പക്ഷേ ഇവരിവിടെ ആദ്യമായിട്ട് കണ്ടപോലെയൊക്കെയാണ് പറയണത്. അപ്പം ഞാൻ ഇത് കോട്ട കാണണമെന്ന് കുറേ നാളായി വിചാരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴാണ് അതിനോട് സിറ്റുവേഷൻ വന്നത്. അപ്പം ഞങ്ങളുടെ ജില്ലയിലൊരു കോട്ടയുണ്ട്. അപ്പോൾ അത് ഞാൻ വലുതായപ്പോഴത്തേനും അതൊക്കെ പൊളിച്ച് കളഞ്ഞ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ കുറേ കല്ലും കഷ്ണം മാത്രമായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് പിന്നെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ നമ്മുടെ ഏറ്റവും തൊട്ടടുത്ത് പിന്നെ അടുത്ത പാലക്കാട് ജില്ലയിലാണ് ഇങ്ങനൊരു കോട്ടയുണ്ടെന്ന് അറിഞ്ഞത്. അപ്പോൾ അതൊന്ന് വന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങളെയും കൂടെ കാണിക്കാമല്ലോ. അപ്പോൾ ഇത് 1766 ഇത് ഹൈദർ അലി എന്ന് പറയുന്ന പുള്ളിയാണ് ഇത് നിർമ്മിച്ചതെന്നാണ് പറയണത്. അപ്പോൾ ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് യുദ്ധത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്നെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അന്നത്തെ ക്ലോക്ക് ടവറുകളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണുന്നത്. എനിക്ക് തോന്നുന്നത് ഒരു 7 ക്ലോക്ക് ടവറോളം ഇവിടെ ഉണ്ടെന്നാണ് നമ്മൾ നോക്കിയപ്പോൾ കണ്ടത്. ഇതിൻ്റെ ഹിസ്റ്ററിയെക്കുറിച്ച് അറിയണമെന്നവരൊന്ന് കമൻറ്റ് ചെയ്യാം. ബാക്കിയെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കുറേ നാളായിട്ടുള്ള ആഗ്രഹമായിരുന്നു ഇങ്ങനെ കോട്ടകൾ കാണണം എന്നുള്ളത്. അപ്പോൾ നമ്മുടെ സാഹചര്യം കൊണ്ടൊന്നും നടന്നില്ല. അപ്പോൾ ഇപ്പോൾ ഇവിടെ ക്യാമറാമാൻ കണ്ടിട്ടുണ്ടെന്നും പറഞ്ഞാണ് പാലക്കാട് ഇവിടെ കൊണ്ടുവന്നത്. പക്ഷേ ഇവൻ ഇവിടെ വന്നിട്ട് എനിക്ക് തോന്നുന്നത് ഇത് ആദ്യമായിട്ട് കാണാൻ പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യാനായിട്ടാണ്. ഇവൻ അറിയില്ല എന്നുകൊണ്ട് കേസ് ഇവൻ ആദ്യമായിട്ട് കാണാണെന്ന് തോന്നുന്നു. അപ്പോൾ ചെറുപ്പത്തിലേ വന്നു സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളിവിടെ തള്ളി പറിച്ച് കൊണ്ടുവന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ചരിത്രവും ഇതിൻ്റെ കാര്യങ്ങൾ അറിയണ ആരെങ്കിലും ഇവിടെ പാലക്കാട് നിന്ന് ആരെങ്കിലും കാണണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. കാണുന്ന ഒരു പോർഷനാണിത്. നമുക്ക് ഇതിൻ്റെ മുകളിൽ കയറി നോക്കാം എങ്ങനെയുണ്ടെന്ന്. വാ ഇവിടെ എന്തോ ഇതും ടവർ പോലത്തെ എന്തോ സംഭവം തോന്നുന്നുണ്ട്. കണ്ടോ, ഓരോ സ്റ്റെപ്പ് പോലെയൊക്കെ ഇട്ടിട്ടുണ്ട്. കാരണം അന്നത്തെ കല്ലും കുമ്മായമാണെന്ന് തോന്നുന്നുണ്ട് കേസ്. ഇത് കുമ്മായമാണെന്ന് എന്നറിയില്ല. പഴയത്തെ കല്ലാണ് എന്തായാലും. പിന്നെ അവിടെ എന്തോ ഒരു കൊടിമരം പോലെ എന്തോ അതൊക്കെ ഇപ്പോൾ പണിത് വെച്ചേക്കണമെന്ന് തോന്നുന്നുണ്ട് കണ്ടിട്ട്. ശത്രുക്കൾ വരണുണ്ടെന്നൊക്കെ നോക്കാനുള്ള എന്തോ സെറ്റപ്പായിരിക്കും ഇത്. ഇവിടെ നോക്കിയാൽ ആ തടാകം കാണുന്നുണ്ട്. അല്ല, ഇവിടെ ഒരു കൊടിമരം പോലത്തെ എന്തോ ഇപ്പം എന്തോ വല്ല പരിപാടിക്ക് കൊടി ഉയർത്താൻ എന്തെങ്കിലും ചെയ്ത് വെച്ചായിരിക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഓവറോൾ വ്യൂ. നമ്മൾ നോക്കുമ്പോൾ കാണുന്ന സംഭവങ്ങളൊക്കെ ഇതൊക്കെ തന്നെയാണ്.